വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തില് കൂടുതൽ വളരാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാന മേഖലയുടെ ലൈംഗിക ആസക്തികളായിട്ട് എല്ലാവരെയും സമർപ്പിക്കുന്നത് വഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. But today we are going to discuss a very interesting topic, that is the first artificial cloning vector PBR322. Okay, മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ PBR322, അതിന്റെ സ്ട്രക്ചർ നമ്മൾ കാണുന്നു. പിന്നെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്നാൽ എന്ത് എന്ന് നമ്മൾ കാണുന്നു. പിന്നെ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് മെത്തേഡ് എങ്ങനെയാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ തന്നെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യം, ഈ ക്ലോണിംഗ് വെക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടായിരുന്നു. അതിൽ ആദ്യമേ നമ്മൾ കണ്ടത് എന്താണ്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്ലോണിംഗ് വെക്ടർ ആയിട്ട് നമ്മൾ കണ്ടത് പ്ലാസ്മിഡ് വെക്ടേഴ്സ് ആണ്. ഈ പ്ലാസ്മിഡ് വെക്ടേഴ്സിന്റെ പല മോഡിഫിക്കേഷൻസും വന്നിട്ടുണ്ട്. അതിലെ ഒരു മോഡിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ. അപ്പൊ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലോണിംഗ് വെക്ടറാണ് PBR322 എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിന് പേര് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ. P stands for plasmid. ഓക്കെ, B, R എന്നീ പറയുന്ന ലെറ്റേഴ്സ് ഇത് ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത സയന്റിസ്റ്റുകളുടെ പേരിന്റെ ആദ്യത്തെ ലെറ്ററാണ്. അവര് വർക്ക് ചെയ്ത ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ധാരാളം ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് ബൊളീവർ ആൻഡ് റോഡ്രിഗ്സ്. ഈ രണ്ട് ജനറ്റിസിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ അതിനുവേണ്ടി ബൊളീവറിന് വേണ്ടിയിട്ടുള്ള B, റോഡ്രിഗ്സിന് വേണ്ടിയിട്ടുള്ള R. അപ്പം PBRI. ഇനി ഒരു നമ്പർ നമ്മൾ കാണുകയാണ് 322. എന്താണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത്? ഇതേപോലെ മോഡിഫൈഡ് ആയിട്ടുള്ള പല പ്ലാസ്മിഡുകളും ഉണ്ട്. ഇവര് തന്നെ കൺസ്ട്രക്ട് ചെയ്ത പല പ്ലാസ്മിഡുകളും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ 322 പ്ലാസ്മിഡിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. There is PBR325 is there, PBR327 is there. So അപ്പോൾ PBR322 എന്ന് പറയുന്ന ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ക്ലോണിംഗ് വെക്ടർ. P stands for plasmid, B and R letters, Bolivar and Rodriguez, they have constructed the plasmid for the first time, and 322 is the number that can distinguish the other plasmid vectors like plasmid BR325, plasmid BR327, etc. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറിന്റെ പ്രത്യേകത എന്ന് കാണാൻ പോകും. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടർ ഉണ്ടായിരുന്നു അല്ലെ. അതിൽ ഏതൊക്കെയായിരുന്നു ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചത്? ഒന്ന്, ഒരു ക്ലോണിംഗ് വെക്ടറിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ, അതിനൊരു ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. രണ്ട്, എന്തായിരിക്കണം? സെലക്ടബിൾ മാർക്കർ ഉണ്ടായിരിക്കണം. മൂന്ന്, എന്താണ്? ക്ലോണിംഗ് സൈറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ സത്യത്തില് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് ഈ ക്ലാസ് വരുന്നത്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന പ്ലാസ്മിഡ് PBR322 ആണ്. ഈ മൂന്ന് കാര്യങ്ങളും ഇതിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. Here you can see the origin of replication. ഈ പ്ലാസ്മിഡ് വെക്ടറിന്റെ DNA-യിലെ ഒരു ഭാഗം ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം, ഒരു ക്ലോണിംഗ് വെക്ടറിൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ കൂടിയേ തീരൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഫോറിൻ ജീൻസിന്റെ റിപ്ലിക്കേഷൻ നടക്കുകയില്ല. അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയല്ല. സോ ഇറ്റ് ഷുഡ് ഹാവ് an origin of replication, and here you can see that part, that is origin of replication. Clear? ഇനി രണ്ടാമത് എന്താണ്? സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു. ഇവിടെ PBR322 രണ്ട് സെലക്ടബിൾ മാർക്കേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമെന്ന് ശ്രദ്ധിച്ച്. ഏതൊക്കെയാണ് സെലക്ടബിൾ മാർക്കേഴ്സ്? ഇവിടെ അവിടെ നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സിന് പല എക്സാമ്പിൾസ് പഠിച്ചു അല്ലെ. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്ത സെലക്ടബിൾ മാർക്കേഴ്സ് ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ?
യെസ്, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ആണ്. ഇവിടെ നമ്മൾ ഈ PBR 322 അത്തരത്തിലുള്ള 2 സെലക്ടബിൾ മാർക്കേഴ്സ് നമുക്ക് കാണാം. ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇത് നോക്കിക്കേ, ടെറ്റ് ആർ എന്ന് പറയുന്നത് അല്ലെ, എന്താണ് സൂചിപ്പിക്കുന്നത്? ടെട്രാസൈക്ലിക് ആർ റെപ്രസെന്റ്സ് ദി റെസിസ്റ്റൻസ്, ടെട്രാസൈക്ലിക് റെസിസ്റ്റൻസ് ജീൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഈ DNA ഭാഗത്ത് നമുക്ക് ടെട്രാസൈക്ലിക് റെസിസ്റ്റന്റ് ജീൻസ് കാണാം. അതേപോലെ ഇവിടെ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ കാണാം. അപ്പൊ നോക്കിക്കേ, PBR 322 2 സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ട്. അത് 2 ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ആണ്. ഒന്ന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും ഒന്ന് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും. ഇപ്പൊ 2 ഫീച്ചേഴ്സും സാറ്റിസ്ഫൈ ചെയ്തു അല്ലെ. ഇനി ഒരു ഫീച്ചറും കൂടെ ഉണ്ട്, അതെന്താണ്? ക്ലോണിംഗ് സൈസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, സാധാരണ നമ്മൾ ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജി ചെയ്യുമ്പോൾ ഒരു ക്ലോണിംഗ് സൈറ്റ് ഉള്ള വെക്ടറാണ് നമ്മൾ കൂടുതലും അഡ്വാൻറ്റേജ്, കാരണം സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഈ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ്സിലൊക്കെ ഒന്നിൽ കൂടുതൽ ക്ലോണിംഗ് സൈറ്റ്സ് നമ്മൾ ചേർക്കും. അത് ഇതിനു വേണ്ടിയിട്ടാണ്, ഇതേ ക്ലോണിംഗ് വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ജീൻസിനെ നമുക്ക് ക്ലോൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സത്യത്തിൽ PBR 322 ഈ ബൊളീവറും റോഡ്രിക്സും 8 ക്ലോണിംഗ് സൈറ്റ്സ് ഉള്ള ഒരു പ്ലാസ്മിഡ് വെക്ടർ ആണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ. ദാ ഇവിടെ നോക്കിക്കേ, ഇവിടെ സാൽ 1 എന്ന് പറയുന്ന അല്ലേ ഒരു ക്ലോണിംഗ് സൈറ്റ്, ഇവിടെ BAM-H1, ഇവിടെ ഹിന്ദ് 3, ഇവിടെ CLA1, ഇവിടെ EcoR1, ഇവിടെ PBU1, PST1, then PBU2, 1 2 3 4 5 6 7 8 cloning sites are here. The multiple cloning sites ഉള്ള ഒരു പ്ലാസ്മിഡ് വെക്ടർ ആണ്, ഒരു ക്ലോണിംഗ് വെക്ടർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിവിടെ ചില ക്ലോണിംഗ് സൈറ്റ്സ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അല്ലെ. EcoR1 നമ്മൾ പഠിച്ച ഒരു ക്ലോണിംഗ് സൈറ്റ് ആണ്, ഒരു റെസ്ട്രിക്ഷൻ സീക്വൻസ് ആണ്, ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ്. ഇതിനെ ഈ രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്താ, റെക്കഗ്നിഷൻ സീക്വൻസ് എന്നോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ് എന്നോ അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റ് എന്നോ. ഇവിടെയാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വന്ന് എന്ത് ചെയ്യുന്നത്, കട്ടുണ്ടാക്കുന്ന സൈറ്റാണ്. അപ്പൊ ഇതിവിടെ EcoR1 കട്ടുണ്ടാക്കാൻ പറ്റിയ സൈറ്റാണ്. ഇവിടെ ഹിന്ദ് 3 അത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അല്ലെ. BAM-H1 ബാസിലസ് അമൈലോലിക്വിഫേഷൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഇത് ഇക്കോളയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന, ഇത് ഓരോന്നിനും അങ്ങനെ തന്നെയാണ്. ഇത് പ്രോട്ടിയസ് ഫംഗാലിസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന എൻസൈമാണ്. അപ്പോൾ ഇവിടെ 8ഓളം ക്ലോണിംഗ് സൈറ്റ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്ലോണിംഗ് വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്ലാസ്മിഡ് വെക്ടർ ആയിട്ട് നമുക്ക് PBR 322 കാണാൻ കഴിയും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതൊരു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ക്ലോണിംഗ് വെക്ടർ ആണ്. ആരാണ് ഇത് ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത്? ബൊളീവർ ആൻഡ് റോഡ്രിഗ്സ് ആണ് അല്ലെ. ഇനി അതിന്റെ B stands for R stands for 322. ഇതൊക്കെ എന്താണെന്ന് ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കാം. ഇപ്പോൾ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. ഇതേപോലെയുണ്ട് PUC എന്ന് പറയുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാസ്മിഡ് ആണ് PUC എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് നിരവധിയായിട്ടുള്ള ക്ലോണിംഗ് വെക്ടേഴ്സ്, ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ക്ലോണിംഗ് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഒരു ഫങ്ഷണൽ ആസ്പെക്റ്റിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ പാർട്ട് ഈ ക്ലാസ്സിലെ കഴിഞ്ഞു. എന്താണ് PBR 322 എന്ന് പറയുന്ന ഫസ്റ്റ് ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡിന്റെ സ്ട്രക്ചർ, അതിന്റെ നെയിമിങ് ഇത് നടക്കും. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതെന്താണെന്ന് പറയുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് നമ്മുടെ സ്ക്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മൾ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? സെലക്ടബിൾ മാർക്കേഴ്സ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് നമ്മൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, we are trying to incorporate a particular foreign gene into this plasmid vector. Okay, ഇത് ഇവിടെയാണ് വന്ന് കെയർ ചെയ്തെന്ന് വിചാരിക്കുക. കാരണം ഒരു പ്ലാസ്മിഡ് വെക്ടറിനെ നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോണിംഗ് സൈറ്റിലേക്കാണ്, ഒരു ഫോറിൻ ജീനിനെ നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോണിംഗ് സൈറ്റിലേക്കാണ് നമുക്ക് അതിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ ഇവിടെ
ഓൾറെഡി ഒരു ഫോറിൻ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് ഈസ് ദ ഫോറിൻ ജീൻ. അപ്പൊ അത് ഏത് റീജിയനിലാണ്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനിലാണ് അത് ഓൾറെഡി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനിന്റെ സീക്വൻസ് ബ്രേക്ക് ചെയ്യും, അല്ലെ? ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് സംഭവിച്ചത്? ഈ ഫോറിൻ ജീൻ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് this particular gene activity will not be there. The function of the activity of the tetracycline resistant gene that is inactivated because of the incorporation of this foreign gene. Clear ആവുന്നുണ്ടോ? ഒരു ഏലിയൻ ജീന് അല്ലെങ്കിൽ ഒരു ഫോറിൻ ജീന് അല്ലെങ്കിൽ നമ്മൾ ഈ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ജീന് ഈ പ്ലാസ്മിഡ് വെക്ടറിന്റെ ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനിന്റെ ഭാഗത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നോർമലി ആ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനിന്റെ ഫംഗ്ഷൻ ഇനാക്ടിവേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നമുക്കൊരു സ്ക്രീനിങ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഇവിടെ ഇത്തരത്തില് ഒരു ജീന് ഫോറിൻ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫോർമൻസ് നോൺ ട്രാൻസ്ഫോർമൻസ് ഏതാണ് എന്ന്? ഇതിപ്പോ ട്രാൻസ്ഫോംഡ് ആണ് അല്ലേ? കാരണം ഫോറിൻ ജീൻ ഈസ് ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ്, സോ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ട്രാൻസ്ഫോംഡ് പാർട്ട്. ഇപ്പൊ ഇത് ഹോസ്റ്റ് സെല്ലിൽ പോയി അവിടെ സെല്ല് ട്രാൻസ്ഫോംഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഇവിടെ വെച്ചേക്കണം, ഇവിടെ ഒരു കൾച്ചർ മീഡിയത്തില് നമ്മൾ എന്ത് ചെയ്യും? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീന് ടെട്രാസൈക്ലിൻ കൊണ്ട് ട്രീറ്റ് ചെയ്ത ഒരു കൾച്ചർ മീഡിയത്തിലേക്ക് ഈ ബാക്ടീരിയ ട്രാൻസ്ഫർ ചെയ്യും. ബാക്ടീരിയ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പറയാൻ പറ്റുമോ? ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അതിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ടു പോയി, ഇനാക്ടിവേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെ? അപ്പോൾ ശരിക്കും ഇതിനകത്ത് വളരാനായിട്ട് പറ്റാത്ത ബാക്ടീരിയകളാണ് യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ഫോംഡ് വൺസ്. ഇനി ഇതേ ബാക്ടീരിയയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ആംബിസിലിൻ ട്രീറ്റ് ചെയ്ത കൾച്ചർ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന്റെ ഒരു റിപ്ലിക്കൊക്കെ നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഉടൻ റിപ്ലിക്ക ബ്ലോട്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അത്തരത്തിൽ നമുക്ക് ഈ ബാക്ടീരിയൽ ട്രാൻസ്ഫർ നടത്താനായിട്ട് വരും. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ബാക്ടീരിയ ആർ ഏബിൾ ടു ഗ്രോ, അല്ലെ? കാരണം എന്താണ്? ഇവിടെ ടെട്രാസൈക്ലിൻ ഇല്ല, ഇവിടെ ആംബിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല. സോ ദ ബാക്ടീരിയ ആർ ഏബിൾ ടു ഗ്രോ. അപ്പൊ ഇതിന്റെ റിപ്ലിക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ആ ഒരു റീജിയൻ കണ്ടുപിടിച്ച് അവിടെയുള്ള ബാക്ടീരിയ നമുക്ക് കൾച്ചർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയയുടെ കൾച്ചർ കിട്ടും. പക്ഷെ ഇത് ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വി ഹാവ് ടു മേക്ക് സെപ്പറേറ്റ് കൾച്ചർ പ്ലേറ്റ്സ് ഫോർ ദിസ് സ്ക്രീനിങ് മെത്തേഡ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ഇത്തരത്തിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള കൾച്ചർ, ആംബിസിലിൻ ട്രീറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ കൾച്ചറും ടെട്രാസൈക്ലിൻ ട്രീറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ കൾച്ചറും പിന്നെ അതിന്റെ റിപ്ലിക്ക പ്ലേറ്റുകളും ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് ട്രാൻസ്ഫോംഡ് സെൽസ് ഏതാണെന്ന് കണ്ടെത്താനും അതിനെ പ്രത്യേകമായിട്ട് നമുക്ക് ഗ്രോ ചെയ്യാനും ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാനും. ക്ലിയർ? പക്ഷേ ഇതിനേക്കാൾ എളുപ്പമായിട്ടുള്ള മറ്റൊരു സ്ക്രീനിങ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് മെത്തേഡ്. എന്താണ്? ഇവിടെ ഇടാം, ശ്രദ്ധിച്ചോളൂ. ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് മെത്തേഡ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു ഫുൾ കോൺസെൻട്രേഷനിലൂടെ നിങ്ങൾ കേൾക്കണം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് മെത്തേഡ് അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡില് നമ്മൾ ഈ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ, ഇതൊരു കളറിംഗ് പാറ്റേണിനെ ബന്ധപ്പെടുത്തി ഉള്ള സ്ക്രീനിങ് മെത്തേഡ്.
ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ നോർമൽ എസ്കലേഷ്യ കൊളൈ ബാക്ടീരിയ, ഇവിടെ നമുക്ക് ഫോറിൻ ജീൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. നോർമൽ എസ്കലേഷ്യ കൊളൈ ബാക്ടീരിയയിൽ ഒരു ജീനുണ്ട്, അത് ലാക്ഇസഡ് എന്ന് പറയുന്ന ജീനാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, ലാക്ഇസഡ് ജീൻ. ഇപ്പൊ ഇവിടെ ലാക്ഇസഡ് ജീൻ, ഈ ജീന് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും? ലാക്ഇസഡ് ജീന് ഇതൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ എൻസൈമിന്റെ പേരെന്താണ്? ലാക്ഇസഡ് ജീന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് ബീറ്റ ഗാലക്ടോസൈഡേസ് എന്നാണ്. കിട്ടിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. In this plasmid vector there is a gene that is called LAC-ISAD that can produce an enzyme called beta galactosidase. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള നോർമൽ ബാക്ടീരിയ വളരുന്ന ഒരു കൾച്ചർ മീഡിയയിലേക്ക് ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എക്സ്ഗാൽ എന്ന് പറയുന്ന ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ്, നിങ്ങളുടെ പുസ്തകത്തില് അതിന്റെ പേരൊന്നുമില്ല, ക്രോമോജനിക് സബ്സ്ട്രേറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ശരിക്കും എക്സ്ഗാൽ. ഇപ്പൊ ഈ എക്സ്ഗാൽ ആഡ് ചെയ്ത ഈ മീഡിയത്തില് നോർമൽ എസ്കലേഷ്യ കൊളൈ ബാക്ടീരിയ, ഒന്ന് ശ്രദ്ധിക്കണേ, അതിന് ഏത് കളർ കിട്ടും? ബ്ലൂ കളർ. അപ്പൊ അവിടുത്തെ ചിലൊരു എൻസൈമാറ്റിക് റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ദാറ്റ് വിൽ ഗിവ് ബ്ലൂ കളർ ടു ദി ബാക്ടീരിയൽ കോളനി. ക്ലിയർ ആയോ? ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. നോർമൽ എസ്കലേഷ്യ കൊളൈ ബാക്ടീരിയയില് ലാക്ഇസഡ് എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. ആ ജീന് കോഡ് ചെയ്ത എൻസൈം എന്ന് പറയുന്ന ബീറ്റ ഗാലക്ടോസൈഡേസ് എൻസൈം ആണ് അല്ലെ. ഇപ്പൊ ഇവിടുത്തെ ഒരു മെറ്റബോളിക് പാത്വേ നമ്മൾ പറയുകയാണ്, ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിന്റെ പ്രസൻസിൽ ഈ ബീറ്റ ഗാലക്ടോസൈഡേസ് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യും. The bacterial colony will be colored blue in presence of a chromogenic substrate if there is beta galactosidase enzyme. Clear ആണല്ലോ? ബീറ്റ ഗാലക്ടോസൈഡേസ് എൻസൈം ഉണ്ട് എങ്കിൽ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയ വിൽ ബി കളേർഡ് ബ്ലൂ. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ നമ്മളൊരു ഫോറിൻ ജീന് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. Suppose that this foreign gene is already incorporated into this region. ഇത് ഏതാണ് റീജിയൻ? ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് പ്രോപ്പർട്ടി ഉള്ള അല്ലെ, സോറി, ഇത് ലാക്ഇസഡ് ജീൻ ഉള്ള ഒരു ഏരിയ അല്ലെ. ക്ലിയർ ആണല്ലോ? ഇവിടെ ഞാൻ കാണിച്ചിരുന്നു ലാക്ഇസഡിന്റെ പൊസിഷൻ ഇവിടെയാണ്, ഈ ജീൻ ഇവിടെ ഉണ്ട്. അവിടേക്ക് ഒരു ജീന് വന്ന് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ കാര്യം നടക്കും. എന്താണ്? ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. ദാറ്റ് മീൻസ് ഈ ലാക്ഇസഡ് ജീൻ will be inactivated and there is no production of beta galactosidase enzyme. ഇനി ഇത്തരത്തിലുള്ള ഒരു ഫോറിൻ ജീന് ഈ ലാക്ഇസഡ് ജീനിന്റെ സൈറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ these are the transformed ones അല്ലെ. ആ ബാക്ടീരിയ are not able to produce the blue color when the chromogenic substrate is added. പിന്നെയോ that bacteria will be colored white. അപ്പൊ നോക്കിക്കോ, ഒരു ഫോറിൻ ജീൻ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിന്റെ പ്രസൻസിൽ സാധാരണ രീതിയിൽ നടക്കേണ്ട ഒരു പ്രോസസ്സ് നടക്കുകയല്ല, അതായത് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യല്ല, മറിച്ച് അത് വൈറ്റ് കളേർഡ് കോളനി ആയിട്ട് തന്നെ കീപ്പപ്പ് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ the colonies are white colored, we can make sure that these are the transformed ones. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും ഫോറിൻ ജീന് ഈ ബീറ്റ ഗാലക്ടോസൈഡേസ് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്ന ജീനിന്റെ ഭാഗത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് കൊണ്ട് ആ ജീൻ അവിടെ ഇനാക്ടിവേറ്റഡ് ആയി, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടന്നു. അതുകൊണ്ട് നമ്മൾ എക്സ്ജാൽ കൊടുത്തു കഴിഞ്ഞിട്ടും എന്ത് സംഭവിച്ചില്ല?
ഈ പ്രോഡക്റ്റ് ഉണ്ടായില്ല, നിങ്ങളതിന് ബ്ലൂ കളർ ഉണ്ടായില്ല. ദാറ്റ് മീൻസ് ദി ബാക്ടീരിയൽ കോളനീസ് റിമൈൻ കെപ്റ്റ് ആസ് വൈറ്റ് കോളനീസ്. അതിന്റെ അർത്ഥം ഈ വൈറ്റ് കോളനീസ് ആയിട്ടുള്ള ബാക്ടീരിയ എല്ലാം എന്താണ്? They are the transformed one. This is called blue white screen method. നമ്മുടെ ഈ ചെറിയ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ 3 കാര്യങ്ങളെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞോളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒത്തിരി ലോങ് ആയിട്ട് ക്ലാസ് എടുക്കാത്തത്. ഒന്ന് PBR 322, ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ. അത് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അവിടെ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലാസ്മിഡിനെ കുറിക്കുന്നത്. B എന്താണ്? സയന്റിസ്റ്റ്, കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ബൊളീവർ. പിന്നെ ആരാണ്? റോഡ്രിഗ്സ്. 322 എന്ന് പറയുന്നത് അതേപോലത്തെ മോഡിഫൈഡ് പ്ലാസ്മിഡിൽ നിന്നും അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു നമ്പറാണ് 322 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 1977-ലൊക്കെയാണ് ഇത്തരത്തില് ഈ ബൊളീവർ ആൻഡ് റോഡ്രിഗ്സ് ഈ പ്ലാസ്മിഡ് കൺസ്ട്രക്ട് ചെയ്തത്. വളരെ വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡ് വെക്ടറായിട്ട് ജനറ്റിക്കൽ എക്സ്പെരിമെന്റ്സിന് ഉപയോഗിച്ചു വരുന്ന ഒരു ക്ലോണിംഗ് വെക്ടറാണ് PBR 322. ഇനി ആ PBR 322ന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് കണ്ടു. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോണിംഗ് വെക്ടറിന് ആവശ്യം വേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, 2 സെലക്ടബിൾ മാർക്കർ ഉണ്ട്, ഇവിടെ 2 മാർക്കേഴ്സ് ഉണ്ട്. ഇത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ആയ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനുമാണ്. ഇനി മൂന്നാമത്തെ ഫീച്ചർ ആയിട്ടുള്ള ക്ലോണിംഗ് സൈസ്, അത് ഒന്നല്ല, ഒരു 8 ക്ലോണിംഗ് സൈസ് ഉണ്ട്. അപ്പോൾ ഒരു നല്ല ക്ലോണിംഗ് വെക്ടറിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉണ്ട്. ഇതേ എക്സാമ്പിൾ തന്നെ ഞാൻ ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിച്ചത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. മേ ബി ആസ്ക്ഡ് വാട്ട് ഈസ് ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ. ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ഞാൻ നേരെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ടെസ്റ്റ് മോണിറ്ററിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിരിക്കാം. എന്താണ് ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഇനാക്ടിവേഷൻ ഓഫ് എ functional gene due to the insertion of a foreign gene. That is insertional inactivation. എന്താണ്? The inactivation of a functional gene due to the insertion of a foreign gene. ഒരു ഫോറിൻ ജീന് ഇൻസേർട്ട് ചെയ്യുന്നത് വഴി അവിടെ ഉണ്ടായിരുന്ന ഒരു ജീനിന്റെ ഫങ്ഷൻ ഇനാക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. പക്ഷേ ഈ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും? ഒരു ഈ ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റില് ഈ ഹോസ്റ്റ് സെൽസ് ട്രാൻസ്ഫോംഡ് ആണോ എന്നറിയാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്ലിയർ ആയാണ് എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തില് ഒരു ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടക്കുമ്പോൾ അത് ഒരു കളറിംഗ് സബ്സ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ക്രീൻ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാക്കി തരും. ഇവിടെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ബീറ്റ ഗാലക്ടോസൈഡേസ് ഉണ്ടാക്കുന്ന ജീനിന്റെ ഭാഗത്തേക്ക് ഒരു ഫോറിൻ ജീൻ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് വഴി അവിടെ ആ ജീനിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു നോർമൽ മെറ്റബോളിസം ഇല്ലാതെ പോയി. അവിടുത്തെ നോർമൽ മെറ്റബോളിസം എന്ന് പറയുന്നത് ബീറ്റ ഗാലക്ടോസൈഡേസ് എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയൽ കോളനീസ് ബ്ലൂ കളേർഡായി മാറുമായിരുന്നു. എന്നാൽ ഒരു ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്ത ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ കോളനീസിലേക്ക് നമ്മൾ ഈ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഈ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നില്ല. കാരണം ബീറ്റ ഗാലക്ടോസൈഡേസ് എന്ന് പറയുന്ന എൻസൈം അവിടെ ഉണ്ടാക്കപ്പെടുന്നില്ല. അതിന് കാരണം ഇൻസേർഷൻ ഓഫ് എ ഫോറിൻ ജീൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും യെസ് ദീസ് സെൽസ് ആർ ട്രാൻസ്ഫോംഡ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ്സിലൊക്കെ ഏത് തരത്തിലാണ് ഈ പ്ലാസ്മിഡ് വെക്ടേഴ്സ് ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും കോൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. ബൈ.